തേപ്പ് കിട്ടി ഗൈസ്, തേപ്പ് കിട്ടി. വിജീഷേൻ്റെ ഒരു ഫ്രണ്ട് ആ പാർക്കിൽ പോയിട്ടുണ്ടെന്നുള്ള ലൊക്കേഷൻ അയച്ചു തന്നതാ. എന്നിട്ട് ഞങ്ങൾ വന്ന പാർക്കാണ് ഈ കാണുന്ന പാർക്ക്. ഈ മാസം ഇനി എന്തെങ്കിലും സംഭവിച്ചാലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കത്തില്ല എന്ന് തീരുമാനിച്ച ഞങ്ങൾ ഇന്ന് ശമ്പളം വന്നിട്ട് രാത്രി തന്നെ പോയി അൽഫാം കുത്തിക്കയറ്റിയിട്ട് ആ അൽഫാം കുത്തിക്കയറ്റിയത് എല്ലിനിടയിൽ കയറിയപ്പം വാദി ബോഷർ പാർക്ക് പുതിയതായിട്ട് തുടങ്ങിയത് കാണാൻ പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഇറങ്ങിയതാണ്. ഒരു കൂട്ടുകാരൻ്റെ നിന്ന് ലൊക്കേഷൻ വാങ്ങി അവർ നടക്കാൻ പോകുന്ന പാർക്കാണെന്ന് പറഞ്ഞ് എത്തിയത് ഈ പാർക്കിൽ. കൊള്ളാം, ഒരു കുഞ്ഞു പാർക്ക്, പിള്ളേർക്ക് കളിക്കാനുള്ള സെറ്റപ്പുകളെല്ലാം ഉണ്ട്. പക്ഷേ ഇതല്ലല്ലോ നമ്മൾ അന്വേഷിച്ചിറങ്ങിയ പാർക്ക്. അവസാനം ഞങ്ങൾ ആ പാർക്ക് ഗൂഗിളിൽ തപ്പി അവസാനം കണ്ടെത്തി. അവിടെ എത്തിയപ്പോഴോ സൂക്ഷം 12 മണി. അവരെല്ലാം ലൈറ്റ് ഓഫ് ചെയ്ത് അവിടുത്തെ സ്റ്റാഫുകളും ക്ലീനിങ് സ്റ്റാഫുകളും എല്ലാം പോകുന്ന സമയത്താണ് ഞങ്ങളവിടെ ചെന്നിറങ്ങുന്നത്. പക്ഷേ കൊള്ളാം കേട്ടോ, കുറച്ചുള്ള ഏരിയയിലാണെങ്കിലും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇനി ഒരു സമയത്ത് ഇതായിരിക്കും ട്രെൻഡാവാൻ പോകുന്നൊരു സ്ഥലം. ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും എല്ലാം സൗകര്യമുള്ള നല്ല അടിപൊളി പാർക്കാണ്. രാത്രിയിൽ ആണ് ഞങ്ങൾ കണ്ടതെങ്കിലും ആ സമയത്ത് ആ നേരത്ത് അത്ര ഇരുട്ടായതുകൊണ്ട് മാത്രം ഞങ്ങൾ തിരിച്ചു പോകുന്നതാണ്. അതല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ കുറേ നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തേനെ. ഇതിപ്പം ഈ ഫുൾ ഫ്ലഡ്ജ് ആയിക്കഴിഞ്ഞാൽ ഉറപ്പായും ഒരുമാതിരിപ്പെട്ട വ്ളോഗേഴ്സ് എല്ലാം ഈ ഏരിയ തന്നെ ചുറ്റിപ്പറ്റി ഉണ്ടാവും. അത്ര അടിപൊളി പാർക്കാണ്. ഇനി എന്തായാലും പകൽ വെളിച്ചത്തിൽ ഒരു ദിവസം വന്നിട്ട് ഫുൾ വീഡിയോ